ത്തിലേക്ക് പോകേണ്ടതല്ലേ, പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കേണ്ടതല്ലേ, ഹിസാബ് പറയേണ്ടതല്ലേ. അതുകൊണ്ടല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാലിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം അടുത്ത് വഫാത്തെടുത്തു. റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, എനിക്കൊന്ന് മസ്ജിദുൻ നബവിയിലേക്ക് പോകണം, എനിക്ക് എന്റെ സഹാബത്തിനെ കാണണം, ഞാൻ ഇവിടെ നിന്ന് വിട പറയാൻ പോവുകയാ. നബിയെ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത രീതിയിൽ പനി ബാധിച്ചിട്ട് അങ്ങയുടെ ശരീരം കുരഞ്ഞു പോയല്ലോ നബിയെ. ഫളീൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് രണ്ട് സഹാബികളുടെ തോളിലേക്ക് തന്റെ രണ്ട് കൈകൾ എടുത്ത് വെച്ചിട്ട് പനി കാരണത്താൽ കാല് നിലത്തുറപ്പിക്കാൻ കഴിയാതെ ആ കാലുകൾ മണലിലൂടെ ഇങ്ങനെ കോറിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലെത്തി. എന്നിട്ട് റസൂലുള്ളാഹി മിമ്പറിന്റെ മുകളിൽ കയറി സഹാബത്തിനോട്, തന്റെ സഹാബത്തിനോട് എല്ലാവരോടും വരാൻ പറഞ്ഞു, സഹാബ, ഞാൻ പോവുകയാണ്, അല്ലാഹുവിന്റെ അടിമേ, അല്ലാഹു വിളിക്കുകയാണ്, ഞാൻ മരണത്തിലേക്ക് നടക്കുകയാണ്. സഹാബ, അല്ലാഹുവിന്റെ റസൂലിന് പോലും ആഖിറം പേടിയല്ലേ, ആഖിറം പേടിയല്ലേ. സഹാബ, 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 ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇനി എന്റെ ജീവിതം കുറച്ചു നാൾ മാത്രം. ഞാൻ നിങ്ങളുമായിട്ട് എത്രയോ നാൾ താമസിച്ച ആളാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ഹക്കുണ്ടെങ്കിൽ ആ ഹക്ക് നിങ്ങൾ എന്നോട് മേടിച്ചു കൊടുക്കുക. എന്നെങ്കിലും നിങ്ങളോട് ഞാൻ അഹിതകരമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നെങ്കിലും മാപ്പാക്കണേ, അതല്ലെങ്കിൽ എന്നോട് നിന്റെ പ്രായശ്ചിത്തം വാങ്ങണേ. ആ സമയത്ത് സഹാബത്ത് പൊട്ടിക്കരഞ്ഞു പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണിലൂടെ കണ്ണുനീര് തുടങ്ങി. യാ റസൂലല്ലാഹ്, അങ്ങ് പോവുകയാണോ നബിയെ, അങ്ങ് പോവുകയാണോ നബിയെ, അങ്ങ് പോവുകയാണോ നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കൂട്ടക്കരച്ചിലായി. റസൂലുള്ള വിട പറയുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വസന്തം പൊലിയുകയാണ്, അനുരാഗം തീരുകയാണ്, അഭിമാനം പൊലിയുകയാണ്, അഭിലാഷം വിട പറയുകയാണ്. ആ സമയത്താണ് ഒരു സഹാബി എഴുന്നേറ്റ് നിന്നത്. യാ റസൂലല്ലാഹ്, നബിയെ, എനിക്ക് അങ്ങയോടൊരു കാര്യം പറഞ്ഞു തീർക്കാറുണ്ട്. ആരെന്നറിയോ? സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു, സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു. എന്താ സവാദ്? ഒരു ദിവസം യുദ്ധത്തിന് പോകുമ്പോ യുദ്ധത്തിന്റെ അണിയങ്ങ് ശരിയാക്കി നിൽക്കുമ്പോ ഞാനെടുപ്പം പുറകിലോട്ട് ഇറങ്ങി നിന്നു. ആ സമയത്ത് അങ്ങയുടെ ഈത്തപ്പന മരത്തിന്റെ വടി വെച്ചിട്ട് അങ്ങന്റെ ശരീരത്തിൽ അടിച്ചു. നബിയോ, അതെനിക്ക് അങ്ങയോട് പകരം ചോദിക്കണം, എനിക്ക് അങ്ങേ തിരിച്ചടിക്കണം നബിയെ. ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. വാളിന്റെ പിടിയിൽ കൈ പിടിച്ചിട്ട്, സവാദേ, ഇരിക്കണ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയോ, സവാദേ, നിന്റെ തല ഞാൻ എന്റെ വാള് കൊണ്ട് കൊയ്തെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല ഒരു വശം ചെരിഞ്ഞു കിടന്നു പോയത്. പ്രവാചക സ്നേഹത്തിന്റെ പ്രദീപ്തമായ മാതൃക ഉസ്മാൻ ഒരു വശം ചെരിഞ്ഞു കിടന്നുപോയി. ഇൻഷാ അല്ലാഹ് നാളെ എന്റെ പ്രഭാഷണം മലപ്പുറത്താണ്. വിഷയം തന്നെ ഹസ്രത്ത് ഉസ്മാൻ, ഖുർആൻ സ്തുതിച്ച അടിമ. ഖുർആൻ സ്തുതിച്ച ഒരേ ഒരു അടിമയാണ് ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഒരൊറ്റ വിഷയമാണ് നാളെ പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭിത്തിയിലേക്ക് ചാരി കടന്നുപോയി. പനി കാരണത്താൽ എഴുന്നേൽക്കാൻ കഴിയാത്ത റസൂലുള്ളാഹിനെ അടിക്കുകയോ. സവാദ് റളിയല്ലാഹു അൻഹു ചരിത്രം ഞാൻ പറയുന്നില്ല. ഒരു ഈത്തപ്പന മരത്തിന്റെ വടിയുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ, സഹാബ, അടങ്ങുക. സവാദ് പകരം ചോദിച്ചു പറയട്ടെ. സവാദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ കുപ്പായ മൂലി നബിയെ, കുപ്പായ മൂലി നബിയെ, കുപ്പായം ഇല്ലാതെയല്ലേ അങ്ങനെ അടിച്ചത്, എനിക്കും അങ്ങയുടെ ശരീരത്തിൽ അടിക്കണം കുപ്പായ മൂല്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ വിറയാർന്ന കൈകൾ കൊണ്ട് തളർന്നു കിടക്കുന്ന റസൂൽ അവിടുത്തെ കുപ്പായ മൂരി. റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ പോച്ചലമായ പ്രകാശം വെളിയിലോട്ടടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ പ്രകാശം കണ്ട് സഹാബത്ത് അത്ഭുത ശബ്ദരായി നിൽക്കുമ്പോ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാവരും കരച്ചിലിന്റെ മധ്യയിലാണ്. സവാദിന് അർഹതയുള്ളതല്ലേ, ഇസ്ലാമിന്റെ ജനാധിപത്യമല്ലേ. സവാദ് റളിയല്ലാഹു അൻഹു, സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു ഈത്തപ്പനമരത്തിന്റെ വടി വെട്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ വെട്ടിയ സവാദ് ആ
ശരീരത്തിലേക്ക് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞ നബിയെ ഫകുല്ലി ശഫീഅൻ യൗമ അല്ലാഹു ശഫാഅതി സിവാക ബിമുഇനിന സവാബി ബിനികാരിബി. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരത്തിലേക്ക് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞിട്ട് നബിയെ ഞാനങ്ങെ അടിക്കാമെന്നല്ല, എത്രയോ നാളുകൊണ്ട് സവാല് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് കെട്ടിപ്പിടിക്കാൻ കാത്തിരിക്കുകയാണ്. ഇന്നേ വരെ സവാദിന് കഴിഞ്ഞിട്ടില്ല, ഇനി എന്ന് വഫാത്തായാൽ കഴിയില്ലല്ലോ നബിയെ. അതിനൊരു അവസരത്തിന് വേണ്ടി ഞാൻ പ്രയോഗിച്ച തന്ത്രമാണിത്. ഫകുല്ലി ശഫീഅൻ യൗമ ലാ ശഫാഅതി സിവാക ബിമുഇനിന സവാദി ബിനികാരിബി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് പനി കാരണത്താൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത സമയത്ത് പോലും, മിസ്വാക്ക് ചെയ്യാൻ കഴിയാത്ത സമയത്ത് പോലും സഹാബത്തിനോട് വന്ന് എന്തെങ്കിലും പൊരുത്തപ്പെടണേ, മഹിസറിലേക്ക് മാറ്റിവെക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് പോലും വിട പറഞ്ഞു പോയതെങ്കിൽ, സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിന്റെ ബന്ധങ്ങളെ സൂക്ഷിക്കുക, കടമകളെ സൂക്ഷിക്കുക, ഹക്കുകളെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക, നരകത്തിലേക്ക് വലിച്ചെറിയേണ്ട പാത്രങ്ങളാവാതിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന് ചെയ്യാൻ കഴിയുന്ന നന്മയുടെ ഭാഗത്ത് നിൽക്കുക, നന്മ